അന്തർശൗര്യജ്ഞത്തിന്റെ 344 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും എല്ലാം നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ ശ്രീ ഉണ്ണികൃഷ്ണൻ നായരാണ്. നമ്മുടെ മാഷ് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ജയ സായിരാം. മാഷ തുടങ്ങിക്കോളൂ. ഭഗവാന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് നമ്മൾ 344 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് വളരെ ഒരു നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ തന്നെ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സാറിനാണെങ്കിൽ വളരെ തിരക്കുള്ള ആളാണ്. എന്നിട്ടും സാർ അത് വരില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ സാർ എന്തെങ്കിലും ഇങ്ങനെ പറയുമോന്ന് പ്രതീക്ഷിച്ചതാണ്. അത്ര തിരക്കാണ്. എന്നിട്ടും സാറ് കാണിച്ച സന്മനസ്സിന് കാസർഗോഡ് ജില്ലയുടെ പേരിലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. സാർ ഇത് പ്രസന്റ് ചെയ്യേണ്ടത് 3 ഓങ്കാരം 3 സായി ഗായത്രി, അതിനുശേഷം സായി വാണി സാറ് സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗം 6-7 മിനിറ്റ് വായിക്കാം. പിന്നെ ഒരു 15-20 മിനിറ്റ് സാറിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതിനുശേഷം ഒരു വീഡിയോ പ്രസന്റേഷൻ 3 മിനിറ്റ് ഉണ്ടാവും. അതിനുശേഷം ഭജന ഇടുക്കി എന്നുള്ള ഒരു ഗൗരി നായർ, സായി ഗൗരി നായർ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരി പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സായി ഉപമ വത്സല മാം 1 മിനിറ്റ് പറയും. പിന്നെ നമ്മൾ ശാന്തി മന്ത്രത്തോടെ അവസാനിപ്പിക്കും 9:30. അതാണ് 30 മിനിറ്റത്തെ നമ്മുടെ പ്രോഗ്രാം. സാറിനെ ക്ഷണിക്കുന്നു. സാറ് ക്യാമറ ഓൺ ആക്കിയിട്ട് 3 ഓങ്കാരം 3 സായി ഗായത്രി, അതിനുശേഷം സായി വാണിയിലേക്ക് പൊയ്ക്കോളൂ. സായിറാം സാർ. साईश्वराय विद्महे सत्यदेवाय धीमहि अन्नः सर्वप्रचोदयात्। साईश्वराय विद्महे सत्यदेवाय धीमहि अन्नः सर्वप्रचोदयात्। साईश्वराय विद्महे सत्यदेवाय धीमहि अन्नः सर्वप्रचोदयात्। शान्ति शान्ति शान्ति. എല്ലാമായ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വത്സല ചേച്ചി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സതീഷ് സാർ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ചിത്തശുദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഈ സാധനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ സ്വാമിയോട് കൃതജ്ഞത പറയുകയാണ്. കാരണം നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ അറിയിക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഈ വാണി നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അതും നമുക്ക് സ്വാമിയായിട്ടുള്ള ഒരു കണക്ഷൻ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് വാണിയിലേക്ക് കടക്കാണ്. ആദ്യം സൂചിപ്പിക്കുന്നത് ഇൻഡോറിലെ ഒരു മഹായോഗിയെ കുറിച്ചാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മണ്ടേല എന്ന ഒരു സായി ഭക്തനുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ സ്വാമിയുടെ ദർശനത്തിനും സേവനത്തിനുമായി
പത്തിയിലെത്തും അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് ഒരു സമിതി ആരംഭിച്ചു. 5-6 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, വളരെ കുറച്ച് ആൾക്കാരെ സമിതിയിലുള്ളൂ, എങ്കിലും അദ്ദേഹം സമിതി ആരംഭിച്ചു. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഒരുപാട് ആൾക്കാർ സമിതിയിലേക്ക്, പുതിയ ആൾക്കാർ വന്നു തുടങ്ങി. അദ്ദേഹം ഈ പുതിയ ഭക്തന്മാരെ പരിചയപ്പെട്ടു. സമിതിയിൽ വരാനുള്ള താല്പര്യത്തിന്റെ രഹസ്യം തിരക്കി. അവർ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും കാണുന്ന ഒരു യോഗിയുണ്ട്, അദ്ദേഹമാണ് ഈ സായി സമിതിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. അത് കേട്ടപ്പോൾ മണ്ടയിലേക്ക് ആ യോഗിയെ കാണാൻ ആഗ്രഹം ജനിച്ചു. അദ്ദേഹം ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭാഗ്യത്തിന് സന്യാസിയെ കാണുകയും ചെയ്തു. അദ്ദേഹം വന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ആ യോഗി പറഞ്ഞു, അരുത്, 2 കാര്യം അനുസരിക്കാമെങ്കിൽ മാത്രം എന്നോട് ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ താങ്കൾക്ക് പോകാം. മണ്ടേല അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു. യോഗി പറഞ്ഞു, 1, എൻ്റെ പാദത്തിൽ സ്പർശിക്കരുത്. 2, താങ്കളെ വന്ദിക്കാൻ എന്നെ അനുവദിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞാൻ നിങ്ങളോടൊത്ത് സംസാരിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് എന്നെ വന്ദിക്കാനും അവസരം തരികയുള്ളൂ. വിചിത്രമായ ഈ അപേക്ഷ കേട്ട് അദ്ദേഹം അമ്പരപ്പോടെ ചോദിച്ചു, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങയെപ്പോലുള്ളവരെ വന്ദിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമല്ലേ? പക്ഷേ അങ്ങ് അത് നിഷേധിക്കുന്നു. മാത്രമോ, മറിച്ച് ചെയ്യാനും ശ്രമിക്കുന്നു. യോഗി പറഞ്ഞു, അതിൻ്റെ രഹസ്യം ഞാൻ പറയാം. 1960 ഞാൻ മഹാതപസ്വിയായ ശിവാനന്ദ സ്വാമികളുടെ കൂടെ ഋഷികേശത്തുള്ള ആശ്രമത്തിലായിരുന്നു. അന്നെനിക്ക് 7 വയസ്സ്. ഒരിക്കൽ അതിസുന്ദരനായ മഹാതേജസ്വിയായ ഒരു യുവാവ് ആശ്രമത്തിലെത്തി. അതോടെ അവിടെ മുഴുവനും ഉത്സവ പ്രതീതിയായി. എൻ്റെ ഗുരുനാഥൻ ആ യുവാവിനെ വന്ദിക്കുന്നത് കണ്ട് ഞാൻ വിസ്മയിച്ചു. എൻ്റെ മനസ്സിൽ ആ രംഗം മുദ്രിതമായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ ധ്യാന പരിശീലനത്തിനായി എന്നെ ഒരു ഗുഹയിലേക്ക് അയച്ചു. ധ്യാനവേളയിൽ ഒരു ദിവ്യ സ്വരൂപം എൻ്റെ മുന്നിലെത്താറുണ്ട്. ധീരനായിരിക്കാനും സാധനയിൽ മുന്നേറാനും അദ്ദേഹം എനിക്ക് പ്രചോദനം തരും. പക്ഷെ അത് ആരെന്ന് എനിക്ക് അറിയുകയുമില്ല. അദ്ദേഹം വലിയൊരു ദിവ്യൻ. അദ്ദേഹം ശിവാനന്ദാശ്രമത്തിൽ വന്നിട്ടുണ്ട്. ശിവാനന്ദ സ്വാമികൾ നമസ്കരിച്ച ദിവ്യ സുന്ദരമൂർത്തി താനാണെന്ന് ആ ദിവ്യ സ്വരൂപം എന്നോട് പറഞ്ഞു. ഒരിക്കൽ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായി ഞാൻ ഗുഹയിൽ നിന്നും പുറത്തു വന്നു. ഋഷികേശിലെ ജപമാലകൾ വിൽക്കുന്ന കടയിൽ ഞാൻ ആ ദിവ്യ പുരുഷന്റെ ചിത്രം കണ്ടു. ആകാംക്ഷയോടെ അത് ആരെന്ന് ഞാൻ കടക്കാരനോട് ചോദിച്ചു. അയാൾ അത് തൻ്റെ ഇഷ്ടദേവനാണെന്നും ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബ എന്ന പേരിൽ ആ ദിവ്യ സുന്ദരമൂർത്തി ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പർത്തിയിലേക്ക് യാത്രയായി. ആദ്യം ഡൽഹിയിലേക്ക്, പിന്നീട് മദിരാശിയിൽ നിന്നും ധർമ്മവാരത്തെത്തി. ആ രാത്രി ധർമ്മവാരം തീവണ്ടി ആഫീസിൽ തങ്ങി. അതിരാവിലെ പ്രശാന്തി നിലയത്ത് എത്താമെന്നും ഈശ്വരനെ നേരിട്ട് കാണാമെന്നും ആനന്ദത്തോടെ ഓർത്ത് കിടന്നു. നന്നായി ഉറങ്ങി. നേരം പുലർന്നു. കണ്ണു തുറന്നു. ഞാൻ പകച്ചുപോയി. അപ്പോൾ ഞാൻ ഹിമാലയത്തിലെ എൻ്റെ ഗുഹയിലായിരുന്നു. ദിവസങ്ങൾ യാത്ര ചെയ്ത് ധർമ്മവാരത്തിലെത്തിയ ഞാൻ അവിടെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വീണ്ടും ഹിമാലയത്തിൽ. അന്ന് ദുഃഖത്തോടെ ഞാൻ ധ്യാനനിഷ്ഠനായിരുന്നു. അപ്പോൾ ആ മഹാപുരുഷൻ ധ്യാനപദത്തിൽ വന്ന് അരുളി, ബംഗാരു, നിനക്ക് പ്രശാന്തി നിലയത്തിൽ വരുവാനുള്ള പക്വതയായിട്ടില്ല. ഒരു ചെറു കാറ്റിന് പോലും എൻ്റെ അനുവാദമില്ലാതെ പ്രശാന്തി നിലയത്തിൽ വരുവാനും സാധ്യമല്ല. കുറച്ചു നേരം യോഗി നിശബ്ദമായിരുന്നു. പിന്നീട് മണ്ടേലയോട് യോഗി ചോദിച്ചു, ഇനി പറയൂ, നിങ്ങൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ പർത്തിയിൽ പോകുന്നു,
ഭഗവാനെ കാണുന്നു, സായി സേവയിൽ മുഴുകുന്നു. അതിനായി പ്രത്യേകം ബാബയിൽ നിന്ന് അനുമതി വാങ്ങുന്നില്ല. ആരാണ് കൂടുതൽ യോഗ്യൻ, ഞാനോ നിങ്ങളോ? പറയൂ. പരബ്രഹ്മം സായി സ്വരൂപത്തിലായിരിക്കുന്ന പ്രശാന്തി ധാമത്തിലേക്ക് ആദ്യ ചുവട് വയ്ക്കുന്നത് തന്നെയാണ് മോക്ഷത്തിലേക്കുള്ള ആദ്യ ചുവട്. സന്യാസി പറഞ്ഞു നിർത്തി. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ മഹാഭാഗ്യത്തെക്കുറിച്ച് നാം ബോധവാനായിരിക്കുക എന്നുള്ളതാണ്. പ്രശാന്തി നിലയത്തിൽ സേവ ചെയ്യുവാൻ കിട്ടുന്ന ഓരോ അവസരവും മഹാഭാഗ്യമായി കരുതുക. സായി സേവ ചെയ്യാനുള്ള ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുക. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സ്വാമി തന്ന സന്ദേശത്തിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം സ്വാമിയെ അറിയാനും സ്വാമി ഈശ്വരനാണെന്ന് അറിയാനും ഈശ്വരന്റെ സന്നിധിയിലേക്ക് എത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യമാണ്. ഇനി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം വരെ സ്വാമിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. വളരെ അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഞാനത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമോ ഇൻ ജേർണലിസം കഴിഞ്ഞിട്ട് ടാറ്റയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും. ആ സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പ്രായമുള്ള ഒരാളുണ്ട്, സായി സമിതിയിലൊക്കെ പോകുന്ന ആള്. അദ്ദേഹം എൻ്റെ അടുത്ത് സനാതന സാരഥിയുടെ ഒരു റെസിപ്റ്റ് ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അത് ആലുവ UC കോളേജിലാണ്. മോഹൻദൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അഡ്രസ്സും ഒക്കെ തന്നു. അങ്ങനെ ആദ്യമായി മോഹൻദൻ സാറിനെ കാണുകയും ആ റെസിപ്റ്റ് വാങ്ങിക്കുകയും സാറുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് മടങ്ങി നാട്ടിൽ വന്നപ്പോൾ ആ റെസിപ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രൊമോഷൻ കിട്ടുകയും അതിൽ എൻ്റെ കൂടെ ഞാനൊരു സെയിൽസ് ഫീൽഡിലായിരുന്നു. എനിക്ക് 10 പേരെ നോക്കാനുള്ള ഒരു ചുമതലയും തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ആലുവ UC കോളേജിൽ പോയ സമയത്ത് ആ ഏരിയയിലൊക്കെ പുതിയ ബിൽഡിങ്ങുകളും ആൾക്കാരും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എറണാകുളം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ആലുവയിലേക്ക് താമസം മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ 10 കുട്ടികളുമായിട്ട് അവിടെ ഒരു ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുമ്പോൾ ഒരു ദിവസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മോശമായ ക്യാരക്ടറായിരുന്നു, ഒരു ദിവസം ഇങ്ങനെ ലോഡ്ജിലിരിക്കുന്ന സമയത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ലോഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ക്ലീൻ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആലോചിച്ചു, ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് തലയ്ക്ക് സുഖമില്ലാത്ത ആരൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അവർ ഓടയിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നുണ്ട്, ഈ വെള്ള ഇട്ടൊക്കെ എന്തിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മോഹൻദൻ സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 3 മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട്, ഇവിടെ അടുത്ത് ഭജൻ സെൻ്റർ ഉണ്ട്, സമിതിയുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് മാസത്തിന് ശേഷമാണ് അതുവഴി വർക്കിന് പോയപ്പോൾ സായി സമിതിയുടെ ബോർഡ് കാണുന്നത്. അതിനുശേഷം ഒരു ദിവസം ഭജനയ്ക്ക് പോയി. അപ്പോൾ ആ ഒരു മാനസികമായ ഒരു സംതൃപ്തി തോന്നിയത് കൊണ്ട് വീണ്ടും അടുത്ത ആഴ്ചയും പോയി. സാറിൻ്റെ സത്സംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാറ് ഒരു സജഷൻ പറഞ്ഞത്, ഒരു പുട്ടപ്പുറത്തിയിൽ പോകുന്നു, സ്വാമിയുടെ ബർത്ത്ഡേ ആണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. 6 മാസം ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിൽവർ സർക്കിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. നമ്മളെ പുറത്ത് അവർ ഒരാഴ്ച ടൂർ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ടീമിലെ 4 പേരെങ്കിലും അതിനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് ജൂണിൽ ആരംഭിച്ചു, ജൂലൈയിൽ ആരംഭിച്ചു, ഡിസംബറിൽ തീരും. ഞാൻ അതുവരെ അച്ചീവ് ചെയ്ത് വരുന്ന സമയമാണ്. നവംബറിൽ ആണ് സാറ് പുട്ടപർത്തിയിലേക്ക് വിളിക്കുന്നത് ആദ്യമായിട്ട്. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് 1-2 പേര് ക്യാൻസൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് പോകുന്നതിന് മുമ്പ് 23-ാം തീയതിയാണ് ബർത്ത്ഡേ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 17-18 തീയതിയിലാണ്. ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി ഒന്ന് അവിടെ പോയാലോ എന്ന് തോന്നി. ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല, ഇനി ഒരാഴ്ചയേ ഉള്ളൂ ഈ സിൽവർ സർക്കിൾ ക്ലബിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടീം അത് കംപ്ലീറ്റ് ചെയ്യണം, ടാർഗറ്റ് എത്തണം, ഇനി സമയമില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വ്യാഴാഴ്ച, എൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച മറ്റോ ആയിരുന്നു. അന്ന് പോയപ്പോൾ സാറ് അന്നും ചോദിച്ചു ഒരു ടിക്കറ്റ് വേക്കൻസി ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നും ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ തീരുമാനിച്ചു ഏതായാലും പോകാമെന്ന് തീരുമാനിച്ചു. ആരടുത്തും പറഞ്ഞില്ല, എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ മാനേജറിൻ്റെ അടുത്തോ ആരടുത്തും പറഞ്ഞില്ല. ബസ് പാക്ക് ചെയ്തു. സാറിൻ്റെ അടുത്ത് ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ പോയി സാറിൻ്റെ അവിടെ പുട്ടപർത്തിയിലെത്തി. പുട്ടപർത്തിയിലെത്തി ആദ്യത്തെ സ്വാമിയുടെ സന്ദേശം, സ്വാമിയുടെ ഡിസ്കോസ്, ബർത്ത്ഡേ ഡിസ്കോസാണ്. എൻ്റെ ഭക്തര് സ്മോക്കിംഗ് പാടില്ല, ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ പാടില്ല, നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിക്കണം, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ആ ഒരു ഡിസ്കോസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇത് പിന്നീട് ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്ക് ആ ഒറ്റ സ്വാമിയുടെ സന്ദേശത്തിൽ എനിക്ക് അത് നിർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. സ്വാമിയുടെ ഇൻ്റർവ്യൂ ആദ്യം കിട്ടുന്നത് ഒരു ഓണത്തിന് പുട്ടപർത്തിയിൽ പോകുമ്പോൾ സാറിൻ്റെ കൂടെയാണ് ഞാൻ പുട്ടപർത്തിയിലെത്തിയത്. അഡ്വാൻസ് ആയിട്ട് എത്തി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ സ്വാമി ദർശനത്തിന് വന്നിട്ട് ഇൻ്റർവ്യൂ റൂമിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ സ്വാമി ദർശനം കഴിഞ്ഞ് ഇൻ്റർവ്യൂ റൂമിൽ പോയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയി. അവിടെ ഇരിക്കുന്ന സമയത്ത് ചായയൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്ന ആന്ധ്രയിലെ ചലം സാറ് ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു സ്വാമി വിളിക്കുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും ചായ കൊണ്ടുവച്ചു. ഞങ്ങൾ ചായയൊക്കെ അവിടെ വെച്ച് ഓടി. ഞങ്ങൾ 3-4 ആൾക്കാരുണ്ടായിരുന്നു. ഓടി മന്ദിരത്തിലെത്തുമ്പോൾ സ്വാമി ആരടുത്തോ സംസാരിച്ച് അവിടെ വരാന്തയിൽ നിൽക്കുന്നുണ്ട്. മുന്തിരി സാറ് ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഓടി സാറിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ അവിടെ എത്തിയതും സ്വാമി ഇൻ്റർവ്യൂ റൂമിലേക്ക് ഡോറിൻ്റെ അവിടെ എത്തി, ഞങ്ങളെ അകത്ത് കയറ്റി. ഒരു 5 മിനിറ്റ് ആണ് ഞങ്ങൾ സ്വാമിയുടെ കൂടെ ഇരുന്നത്. സ്വാമി കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പേരെന്താണെന്ന് ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. സ്വാമി ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ച് ഇരിക്കുകയായിരുന്നു. അത്ര മാത്രമേ ആ ദിവസം ചോദിച്ചുള്ളൂ. 5 മിനിറ്റോളം നമ്മൾ സ്വാമിയുടെ മുറിയിൽ സ്വാമിയുടെ പാദം തഴുകിക്കൊണ്ടിരുന്നു. അതാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ. രണ്ടാമത് സ്വാമിയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഓഫീസ് ബെയറേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, ഇൻ്റർവ്യൂ സ്വാമി. അപ്പോൾ മോദി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഫീസ് ബെയറേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, അതുകൊണ്ട് ഉണ്ണി ഡോറിൽ നിൽക്കണം. ഞാൻ ഡോറിൽ നിന്ന് എല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും കയറ്റി. സ്വാമിയുടെ ഇൻ്റർവ്യൂ റൂമിൽ നമുക്കറിയാലോ ആൾക്കാർ കയറുന്നതനുസരിച്ച് ഹാള് വലുതാവും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഓഫീസ് ബെയറേഴ്സ് എല്ലാവരും കയറി. ഞാൻ ഡോർ അടച്ചു. എനിക്ക് ഇരിക്കാനായിട്ട് സ്ഥലം അധികമില്ല. ഏറ്റവും ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത്, സ്വാമി ഫ്രണ്ടിലുമാണ്. അപ്പം ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും ബാക്കിലിരുന്നു. അപ്പോൾ സ്വാമി ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ചോദിച്ചിട്ട് എന്നെ കൈ ഇങ്ങനെ പുറകോട്ട് ആക്കിയിട്ട് എന്നാ പേരെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ടിലിരുന്ന ഒരാൾ എണീറ്റു. അപ്പോൾ സ്വാമി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ
ബാക്കിലിരുന്ന ആൾ എണീറ്റു, അതുമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ. അപ്പൊ സ്വാമി ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്നാ മീനിങ്? അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. സ്വാമി ഉടനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്ന ഇത് കാണിച്ചിട്ട് പറയണം, ഉണ്ണികൃഷ്ണൻ എന്നാ ചിന്നകൃഷ്ണൻ എന്നാണ്. അത് കഴിഞ്ഞ് സ്വാമി ചോദിച്ചു, വൈഫ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സ്വാമി എന്ന് പറഞ്ഞു. എത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി 11 വർഷമായി. എത്ര കുളന്തയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2. സ്വാമി എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയാണ്, 11 വർഷമായിട്ട് only 2 കുളന്ത എന്ന് പറഞ്ഞിട്ട് സ്വാമി കളിയാക്കി. അങ്ങനെ പിന്നെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നാണ് കൂടുതൽ സമയം ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഒരു സന്ദർഭത്തിൽ സ്വാമി എൻ്റെ അടുത്ത് സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ ആയിരിക്കും ആ ചാർജ് എടുക്കുന്ന സമയത്ത് സ്വാമി ഇങ്ങനെ അടുത്ത് വന്ന സമയത്ത് വീണ്ടും എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോന്ത സാർ അടുത്തുണ്ടായിരുന്നു. മോന്ത സാർ പറഞ്ഞു, സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, ഡോണ്ട് ഡു ഹാർഡ് വർക്ക്, ഡു സ്മാർട്ട് വർക്ക്. എന്നിട്ട് സ്വാമി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡെവലപ്പ് യൂത്ത്. ആ ഒരു സന്ദേശം സ്വാമി അന്ന് നൽകിയിരുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു സന്ദർഭത്തിലാണ് 2007 മാർച്ച് 10 ഞാൻ സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ജില്ലാ യൂത്ത് ഇൻചാർജുമായിട്ട് പുട്ടപർത്തിയിലെത്തിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രശാന്തി നിലയത്തിൽ ഭജന ഇല്ലാതിരുന്ന ഒരു സമയമാണ്. ആ ഭജൻ സമയത്ത് ഞങ്ങളെല്ലാവരെയും സ്വാമി ഉള്ളിൽ ഭജൻ ഹാളിൽ വിളിച്ച് സ്വാമി എങ്ങനെയാണ് ഗ്രാമസേവ ചെയ്യേണ്ടത് എന്ന് ഏകദേശം 1.25 മണിക്കൂറോളം സ്വാമി സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ സ്വാമി പറഞ്ഞു, ഗ്രാമസേവ ചെയ്യുമ്പോൾ വില്ലേജിൽ പോകുമ്പോൾ അവിടെ മനുഷ്യരെ മാത്രമല്ല, നമ്മൾ മൃഗങ്ങളെയും നമ്മൾ നോക്കണം, അവിടുത്തെ ഹൈജീനിക് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം പറഞ്ഞു. സ്വാമി വേറൊരു കാര്യം കൂടെ പറഞ്ഞു, സ്വാമിക്ക് ഇഷ്ടമുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ, സ്വാമി പൈസ തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് പറയണം, സ്വാമി പൈസ തരും. അത് ആ ഡിസ്കസ് എല്ലാം കഴിഞ്ഞിട്ട് സ്വാമിയുടെ വിദ്യാർത്ഥികളെ വിളിച്ചു. 2 വിദ്യാർത്ഥികൾ വന്നു വിഭൂതി നൽകാനായിട്ട്. ഒരു ബാഗിൽ, നമുക്കറിയാം പണ്ട് വിഭൂതി കൊടുക്കുന്നത് അറിയാം. സ്വാമി ആ കുട്ടികൾ വിഭൂതി കൊടുക്കാനായിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വിഭൂതി കൊടുത്തു വരുമ്പോൾ സ്വാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും കൂടെ പോയി കൊടുന്ന് പറഞ്ഞു. സാധാരണ സ്വാമിയുടെ വിദ്യാർത്ഥികൾ മാത്രമേ വിഭൂതി കൊടുക്കാറുള്ളൂ. അന്ന് ഞാനും കൂടെ പോയി ആ സഞ്ചിയിൽ നിന്ന് വിഭൂതി എടുത്ത് എല്ലാവർക്കും കൊടുത്ത് തിരിച്ച് ഞാൻ വന്നിരുന്ന് ഈ കുട്ടികൾ പോകുമ്പോൾ സ്വാമി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വിഭൂതി കടച്ചാച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സ്വാമി. സ്വാമി അപ്പം തന്നെ ആ കുട്ടികളെ വിളിച്ച് സ്വാമി വിഭൂതി തന്നു. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇന്നർ സിഗ്നിഫിക്കൻസ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വേറെ ആരും കണ്ടില്ലെങ്കിലും സ്വാമി കാണുന്നുണ്ട്, സ്വാമി എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് എനിക്ക് കുറച്ച് കാലത്തിന് ശേഷമാണ് മനസ്സിലായത്. അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഏതായാലും ഈ അവസരം തന്നതിന് സത്യസായി സേവാ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് സാറിനും ഇതൊരുക്കിയ വത്സലാമേനും ചേച്ചിക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായിരാം സാർ. സായിരാം. വളരെ ഹൃദയസ്പർശിയായിട്ട് ഇന്ന് സാറ് അവതരിപ്പിച്ചു. ഇനി സ്വാമിയുടെ താങ്ക് യു സോ മച്ച് സൈറാം. എനിക്ക് ഉണ്ണി ഒരു കുഞ്ഞനിയനാണ്. അതായത് എനിക്ക് 95 തൊട്ട് അതിന് സൈറാം. జలము ఉంటున్నవి, పంచభూతములు ఉంటున్నవి, ఆకాశము, వాయువు, అగ్ని, జలము, ప్రకృతి అనగా పృథ్వీ. ఈ 5 ఎందుకును దైవము ఒక్కొక్క రూపంలో ధరించి ఒక్కొక్క అంశంతో ఉంటున్నాడు. There are 5 elements. It is the ether, sky, the air,
the fire, the water, and the earth. In all this, God's aspects are found in different ways in all these 5 elements. ఆకాశము అనేటువంటి యొక్క ఈ ప్రకృతి యొక్క శక్తి యందు ఓంకారము అనేటువంటి శబ్ద స్వరూపుడై ఉంటున్నాడు. In sky, it is in the form of sound of Omkara. God is శబ్దమునకు ఆధారము, శబ్దమునకు నిలయము ఆకాశమే. The basis and the foundation for the sound is Akasha. కనుక ప్రణవ స్వరూపం అనేటువంటిది ఆకాశము నుండి ఆవిర్భవించినటువంటిది. This sound of Pranava has emanated from sky. వాయువు, ఇందులో ఒక జీవశక్తి ఇమిడి ఉంటున్నది. Then next is air. There is the power of life in this. అదే ఆక్సిజన్, హైడ్రోజన్ అని చెప్పిచ్చారు. ఈ ఆక్సిజన్ అనేటువంటిది ఈ గాలి యొక్క స్వభావం యొక్క శక్తియే. The oxygen, which is a life giving power, it is the గాలిలో భగవంతుడు కేవలము ప్రాణస్వరూపుడుగా ఉంటున్నాడు. In air, God is living as a form of నిత్య జీవితంలో ప్రతి వ్యక్తి కూడా గుర్తించేటువంటిది. ఎవరైనా కొంచెం స్పృహ తప్పి పడినప్పుడు కొంచెం దూరం పోమండి అని గాలి విసురుతాం. ఈ గాలి వల్ల ఆ ప్రాణశక్తి అందులోపల ఉద్భవిస్తుందని వీరి యొక్క అనుభూతి. It is common experience that whenever any person is finding it difficult to breathe, he will be made to lie down and it will be fanned in order to provide some air so that he will breathe. గాలిలో భగవంతుడు ప్రాణశక్తిగా ఉంటున్నాడు. In air, God is living as the power of life itself. అగ్నిలో హెచ్చరిక శక్తిగా ఉంటున్నాడు. In fire, God lives as a principle of awakening. ఇందులో ఏది కొంచెము అగ్ని ఉన్నప్పటికీ మనం చాలా జాగ్రత్తగా ఉంటాము. Whenever you come across fire, even if it is a little in it, చేపెట్టిన తక్షణమే మనకు జాగ్రత్త బయలుదేరుతుంది. You get aware and get alive the moment you come in touch with జాగ్రత్త స్వరూపంలో ఉంటున్నాడు. In the form of fire, God is in the form of awareness. జలములో ప్రజ్ఞాశక్తిగా ఉంటున్నాడు. In water, God lives in the form of prajna. ప్రజ్ఞానం బ్రహ్మ అన్నారు. That is the very meaning of the statement ప్రజ్ఞానం బ్రహ్మ. ఈ ప్రజ్ఞ అనేటువంటి జలం ద్వారానే మనకు ఆవిర్భవిస్తూ ఉంటుండాలి. We get this ప్రజ్ఞ through water. ఏదైనా కొంచెం స్పృహ తప్పి పడినటువంటి వారికి జలము తాపుతారు, జలం తలపైన వేస్తారు. ఇది కొంచెం కొంతవరకు ప్రజ్ఞాశక్తిని తెప్పిస్తుంది. If a person swoons or becomes unconscious, water is put on the face of the person in order that he may get back his consciousness. ఐదవది ప్రకృతి. ఈ ప్రకృతి యందు చైతన్య శక్తి ఉంటుండాలి. The fifth one is prakriti or nature. There is consciousness in the form of consciousness. ఈ ప్రజ్ఞాన శక్తి, ప్రజ్ఞాన, the power of ప్రజ్ఞాన, ఈ జాగ్రత్త శక్తి, the power of awareness or జాగ్రత్త, చేతనా శక్తి, the power of chetana, శబ్ద శక్తి, the power of sound, జీవశక్తి, the power of life. ఐదు కూడాను భగవంతుని యొక్క స్వరూపములే. In all these 5 elements, these powers are the very aspects of God. కనుక ఈ పంచభూతములే పరమాత్మ స్వరూపమని విశ్వసించి ఆరాధించేటువంటి వాళ్ళే. It is those people who trust that these 5 elements are the very embodiment of God. They are described as sadhakas following Angavati path. ഇനി നമുക്ക് ഇടുക്കിയിലെ സായി ഗൗരി നായരുടെ ഒരു ഭജന കേൾക്കാം. സായി പഠിക്കോളൂ. സായിറാം. ക്യാമറ ഓൺ ആക്കിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. साई कन्हैया, साई कन्हैया, साई कन्हैया, साई कन्हैया, पार करो मेरे जीवन नैया, पार करो मेरे जीवन नैया, साई कन्हैया, साई कन्हैया, तुम हो
हृदय निवासी साई कन्हैया, करो मेरे जीवन नैया, पार करो मेरे जीवन नैया। साई कन्हैया, साई कन्हैया, पार करो मेरे जीवन। तुम हो मेरे माँ बाप भैया, हृदय निवासी कृष्ण कन्हैया, हृदय निवासी साई कन्हैया, पार करो मेरे जीवन, पार करो मेरे जीवन नैया। साई कन्हैया, साई कन्हैया। साईराम। സായിരാം മോളെ. സായി ഉത്തമ, ശാന്തിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള നിധി. സ്ഥാനമാനങ്ങൾ, പദവികൾ, അധികാരം, കീർത്തി, സമ്പത്ത് ഇവയ്ക്കൊന്നും തന്നെ ശാന്തിയില്ലെങ്കിൽ പ്രയോജനമില്ല. കാരണം ശാന്തിയില്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ഭാരവും ശുഷ്കവുമായി തീരുന്നു. ആന്തരിക ശാന്തിയില്ലാതെ സന്തോഷം ഉണ്ടാവുകയില്ലെന്ന് ത്യാഗരാജ ഭാഗവതർ പാടിയിട്ടുണ്ട്. അത് നേടുവാനും നിലനിർത്തുവാനും മനുഷ്യൻ നിരന്തരമായ അഭ്യാസവും വൈരാഗ്യവും പരിശീലിക്കണം. വൈരാഗ്യം കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് വനവാസത്തിലെ വിജയനത്തിലേക്ക് പോകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. വസ്തുക്കൾ ശാശ്വതമാണെന്നും അവ നൽകുന്ന സന്തോഷം പരമമാണെന്നുമുള്ള നിങ്ങളുടെ വിചാരമാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. അതാണ് ശരിയായ വൈരാഗ്യം. മനസ്സ് മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുന്നു. ചിലത് നല്ലതും മറ്റു ചിലത് ചീത്തയും, ചിലത് ശാശ്വതവും മറ്റു ചിലത് നശ്വരവും ആണെന്ന് മനുഷ്യനെ മനസ്സാണ് വിശ്വസിപ്പിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലേറ്റ് പലഹാരങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ അവ സ്വാദിഷ്ടമാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് ഒരു പല്ലി അതിൽ വീണ് ചത്തുവെന്ന് കുശിനിക്കാരൻ വന്ന് പറഞ്ഞാൽ തൽക്ഷണം നിങ്ങൾക്ക് ആ ഭക്ഷണത്തോട് തോന്നിയ ആകർഷണം ഇല്ലാതെയാകുന്നു. ഈ ലോകത്ത് തെറ്റോ കുറ്റമോ ഇല്ലാത്ത ഒരു വസ്തുവുമില്ല. ദുഃഖ സമ്മിശ്രമാകാതെ ഒരു സുഖവുമില്ല. അഹന്തയുടെ കറ പുരളാത്ത ഒരു കർമ്മവുമില്ല. അതുകൊണ്ട് നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വൈരാഗ്യം ശീലിക്കുക. ആത്മീയ സത്യത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരേ ഒരു പടി വിവേചനവും രണ്ടാമത്തെ പടി വൈരാഗ്യവുമാണ്. ജയ സായിരാം. പക്ഷേ ശാന്തി മന്ത്രം. ലക്ഷ്മണ മാഷെ. സായിരാം. സായിര്, ഞാൻ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. ബാലവികാസിന്റെ മീറ്റിംഗിലായിരുന്നു. സായിരാം. സായിരാം സാർ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.